ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മുടെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ചലഞ്ചിൻ്റെ 7th വീഡിയോ ആണ്, ലാസ്റ്റ് വീഡിയോ ആണ്. അപ്പം ഞാനിത് വീഡിയോ എടുക്കാത്തത് എന്താണെന്ന് വെച്ചാൽ ഇത് ഓൾറെഡി ഞാൻ ഷെയർ ചെയ്തിട്ടുള്ള ഒരു സ്മൂത്തി തന്നെയാണ്, റാഗി സ്മൂത്തി. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് എടുക്കാതിരുന്നത് കേട്ടോ. അപ്പോൾ ഞാനിതാ രാവിലെ തന്നെ എണീറ്റ് സ്മൂത്തി ഉണ്ടാക്കി കുടിച്ചു. ഇത് നല്ല ടേസ്റ്റാണ് ആൻഡ് ഹെൽത്തിയും കൂടിയാണ് കേട്ടോ. നമുക്ക് ബ്ലഡ് കൂടുതലുണ്ടാവാനും ബ്ലഡ് കുറവുള്ള ആൾക്കാർക്കൊക്കെ നല്ലതല്ലേ ഈ റാഗിയൊക്കെ. എന്നോട് ഡോക്ടർ എപ്പോഴും പറയും കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ കുടിച്ചപ്പോൾ എനിക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ മോൾക്കും കൊടുത്തിട്ട്, അവൾക്ക് റാഗി കുറുക്ക് എന്ന് പറഞ്ഞാൽ തന്നെ ഇഷ്ടമല്ല, പക്ഷേ ഇത് അവൾ കുടിച്ചു. കുറേ ഞാൻ കൊടുത്ത 4-5 സ്പൂണൊക്കെ അവൾ കുടിച്ചിട്ടുണ്ട്. അവൾക്കും ഇഷ്ടപ്പെട്ടു. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്, ഹെൽത്തി ആണല്ലോ. പിന്നെ ഞാൻ ഇതിൽ ലാസ്റ്റ് ബൂസ്റ്റ് ഇട്ടിട്ടുണ്ട്. അത് ഞാനൊരു റാഗി സ്മൂത്തിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു സീരീസിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയതുകൊണ്ടാണ് അതിൽ ബൂസ്റ്റ് ഇട്ടത്. ചിലപ്പോൾ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ലല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഉണ്ടാക്കിയ സമയത്തൊന്നും ഞാൻ ബൂസ്റ്റ് യൂസ് ചെയ്തിട്ടില്ല, കാരണം അല്ലാതെ തന്നെ നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാൻ അവൾക്ക് ഫുഡ് കൊടുക്കാനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ദോശയായിരുന്നു കേട്ടോ ഒന്ന് കഴിക്കാനായിട്ട്, അവൾക്ക് കഴിക്കാനായിട്ട് ദോശയായിരുന്നു. അപ്പോൾ ദോശയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ അതിന് മുൻപ് ഞാൻ അവളെ എണീപ്പിച്ച് ഫേസൊക്കെ വാഷ് ചെയ്ത് പല്ലൊക്കെ തേപ്പിച്ച് ഡയപ്പറൊക്കെ മാറ്റി പിന്നെ മുടിയൊക്കെ ഒന്ന് കെട്ടി കൊടുക്കും കേട്ടോ. എന്നിട്ടേ ഞാൻ ഫുഡ് കൊടുക്കാറുള്ളൂ. ഇതിങ്ങനെ ശീലമാക്കിയതുകൊണ്ട് തന്നെ അവൾക്ക് അറിയാം എണീറ്റ് വന്ന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം. അത് നല്ലതുമാണ്, കാരണം അപ്പോൾ ഇങ്ങനെ ഡെയിലി ഇങ്ങനെ കാണുന്ന സമയത്ത് കുട്ടിക്ക് കുറച്ചുകൂടി ഇങ്ങനത്തെ കാര്യങ്ങളും കൂടി ചെയ്യണം. അവൾ തന്നെ ഇങ്ങനെ ചില സമയത്ത് പറയും മുടി കെട്ടണം, അതേപോലത്തെ പറയും മീൻസ് ആക്ഷനിലൂടെ പറയും കേട്ടോ. അതേപോലെ തന്നെ പൊട്ട് തൊടണം, ഇങ്ങനെയൊക്കെ പറയും എൻ്റെ അടുത്ത്. അപ്പോൾ അതങ്ങനെ ഒരു ശീലമാക്കണം നല്ലതാണെന്ന് തോന്നി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയായിരുന്നു. അപ്പോൾ ദോശ ചില സമയത്ത് അവൾക്ക് ഇങ്ങനെ ദോശ ഫുള്ളായിട്ട് വേണം എന്നാലേ കഴിക്കൂ. ചില സമയത്താണെങ്കിൽ ഇങ്ങനെ ചെറിയ കഷ്ണമാക്കി ഇട്ട് കൊടുത്താലേ കഴിക്കുള്ളൂ. ഓരോ സമയമാണ് കേട്ടോ. ഞാൻ ആദ്യം അങ്ങനെ വെച്ച് കൊടുത്തു നോക്കി, കഴിക്കുന്നില്ല. അപ്പോൾ ചെറിയ കഷ്ണമാക്കി ഇട്ട് കൊടുത്ത് പിന്നെ എന്നിട്ടും കഴിക്കുന്നില്ല. ലാസ്റ്റ് ഞാൻ തന്നെ ഗീ ഒക്കെ ഒഴിച്ച്, അവൾക്കാണെങ്കിൽ ഒന്നെങ്കിൽ പഞ്ചസാര കൊടുക്കണം. അപ്പം ഞാൻ തീരെ ഒന്നും കഴിക്കാതിരിക്കുമ്പം ഞാൻ പഞ്ചസാര കൊടുത്തതാണ്. ഇപ്പോൾ അത് അബദ്ധമായി തോന്നുന്നു, അവൾക്ക് എപ്പോഴും പഞ്ചസാര വേണം. അതുകൊണ്ട് ഞാൻ കൊടുക്കുകയേ ചെയ്തില്ല, അതിന് പകരം ഗീ കൊടുത്തു നോക്കി. അപ്പോൾ കഴിച്ചു, അവൾക്ക് ഇഷ്ടമാണ് ഗീ, അതുകൊണ്ട് അത് കഴിച്ചു കേട്ടോ. പിന്നെ പുറത്താണെങ്കിൽ നല്ല മഴയൊന്ന് പോയി നിന്നൊരു സമയമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ മഴ കുറഞ്ഞതുകൊണ്ട് തന്നെ എനിക്കും പുറത്ത് പോയി എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ തോന്നി. ഈ മഴയുള്ള ദിവസം എനിക്ക് ഒന്നും ചെയ്യാനായിട്ട് തോന്നില്ല കേട്ടോ. മിണ്ടാണ്ട് ഇങ്ങനെ റൂമിൽ തന്നെ കിടക്കാനേ തോന്നുള്ളൂ. എനിക്ക് ഒട്ടും ഞാൻ പ്രൊഡക്റ്റീവേ ആവില്ല ഈ മഴയുള്ള സമയത്തൊക്കെ. പിന്നെ ഞാൻ ബെഡെല്ലാം വിരിച്ചിട്ടു. അവളും കൂടെ എണീറ്റ് കഴിഞ്ഞിട്ടേ ഞാൻ ബെഡൊക്കെ വിരിച്ചിടാറുള്ളൂ കേട്ടോ. പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അവൾക്ക് ഓൾറെഡി വയ്യാത്തതുകൊണ്ട് തന്നെ മരുന്നും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ കുട്ടിക്കാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്ഷീണവും ഉറക്കമൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഉറങ്ങുന്നതുകൊണ്ട് തന്നെ പിന്നെ ആ ഒരു ബെഡ് ഇങ്ങനെ നീറ്റാക്കി ഇട്ടാലും വലിയ കാര്യമൊന്നുമില്ല. അല്ലെങ്കിലും അവരുടെ ടോയ്സും എല്ലാം കൂടി വെച്ച് ബെഡൊക്കെ അലമ്പാക്കും. എന്നാലും നമ്മൾ പറ്റുന്ന സമയത്തൊക്കെ വൃത്തിയാക്കി വെക്കുക എന്നുള്ളത് തന്നെയുള്ളൂ കേട്ടോ. പിന്നെ ഞാനിങ്ങനെ പുറത്തേക്ക് ഇതൊക്കെ ഈ വാഴ കണ്ടു. ഇത് നമ്മുടെ വീട്ടിലെ വാഴയല്ല, തൊട്ടപ്പുറത്തെ വീട്ടിലെ ആൾക്കാരതാണ്. എന്നാൽ ഇത്രയും ദിവസമായി വീണിട്ട്, എന്നിട്ട് അതൊന്ന് വെട്ടി മാറ്റാനോ ഒന്നും അവർ നോക്കിയിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതൊരു പ്രശ്നമാവണ്ടല്ലോ വെച്ചിട്ട് നമ്മൾ പിന്നെ ഒന്നും പറയാനായിട്ട് പോയില്ല, വെട്ടാനോ ഇതാക്കാനോ പോയിട്ടില്ല. പിന്നെ ഞാൻ ഈ ഞങ്ങളുടെ റൂമിൽ തന്നെ ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ട്, അവിടെ ഒറ്റൊരു ഫോട്ടോ മാത്രമേ ഉള്ളൂ. അപ്പം എൻ്റെയും പിന്നെ മോളുടെയും കുറച്ച് 2 ഫോട്ടോസും കൂടെ ഉണ്ട്. അപ്പോൾ അത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഞാൻ അളവൊക്കെ എടുത്തിട്ടാണ് ഞാനിത് ഫോട്ടോ ചെയ്തത്. പക്ഷെ രണ്ടാമത്തെ ഫോട്ടോ വെച്ചപ്പോൾ പ്രത്യേകിച്ച് ഞാൻ മാർക്കൊക്കെ ചെയ്തിട്ടാണ് വെച്ചത് എങ്കിൽ പോലും അത് അങ്ങ് സെറ്റായില്ല. അത് പൊസിഷൻ കുറച്ചൊന്നും താഴേക്കായിരുന്നു വേണ്ടത്, പക്ഷെ അത് കുറച്ച് മേലോട്ട് കയറി. എന്നാലും കുഴപ്പമൊന്നുമില്ല, ഒറ്റയ്ക്ക് ചെയ്തതാണല്ലോ, അപ്പോൾ പിന്നെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാനിത് അത്യാവശ്യം നല്ല ക്ലാരിറ്റിയിൽ എടുത്തതാണ് കേട്ടോ. അപ്പോൾ എഡിറ്റ് ചെയ്യാൻ നോക്കുന്ന സമയത്താണ് ഇതിന് ഒട്ടും ക്ലാരിറ്റി ഇല്ലാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഒന്നാമത് എൻ്റെ ഫോണിൻ്റെയും കുറച്ച് പ്രശ്നമുണ്ട് കേട്ടോ. എൻ്റെ ഫോൺ അത്ര ക്ലാരിറ്റി ഉള്ള ഫോണല്ല. പിന്നെ നമുക്ക് ഉള്ളത് വെച്ചിട്ടല്ലേ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ഇവിടുന്ന് കുറച്ച് നേരം കളിക്കുകയാണ് കേട്ടോ. അവൾക്ക് ടോയ്സൊക്കെ കൊടുത്തിട്ട് ഞാൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഇരുന്നു, എന്നാലേ അവൾ എന്നെ എഡിറ്റ് ചെയ്യാൻ സമ്മതിക്കുള്ളൂ. അപ്പം ഞാൻ പിന്നെ അങ്ങനെ തന്നെ ചെയ്തു. പിന്നെ മുട്ടയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, അതെല്ലാം കഴിച്ച് അവൾക്ക് പാലും കൊടുത്ത് പിന്നെ ചോറും കൊടുത്തിട്ട് അവളെ ഉറക്കി കേട്ടോ. മരുന്ന് കൊടുക്കാണ്ടായിരുന്നു, അതും കൊടുത്ത് ഉറക്കി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.